ബെയിൽ ആപ്ലിക്കേഷൻ കൊടുത്തേക്ക് ചെല്ലേ. വരൂ. ഈ മനസ്സറിയാഞ്ഞിട്ടല്ല, മോള് പറയരുതെന്ന് പറഞ്ഞതുകൊണ്ടാ. പക്ഷേ അതിങ്ങനൊരു ചതിയാവുന്ന ഈശ്വരനോ. ചതിയായി പോകും, അതാ കാലം. ആ നേരത്തെ ഗണേശൻ അവിടെ എത്തിയതുകൊണ്ട്. അതല്ലെങ്കിലോ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ നമ്മളൊക്കെ? എന്റെ അച്ഛന്റെ നല്ല ചങ്ങാതിക്ക് അവശകലാകാരന്റെ പെൻഷൻ കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ. കരയണ്ട ചെല്ലേ. സോറി ചന്ദ്ര, ഇതൊരു ഫാമിലി ടഗാണെന്ന് അറസ്റ്റിന് ശേഷം മനസ്സിലായത്. ചന്ദ്രൻ ഒരു കംപ്ലൈന്റ് എഴുതാം, ഞാൻ അവനെതിരെ ആക്ഷൻ എടുക്കാം. ഏയ് വേണ്ട. ചൂടുള്ള വാർത്തയാ, വായിച്ച് വളരെ ചൂടുള്ള വാർത്ത. മകളെ, പുരമനയിൽ ചന്ദ്രന്റെ ഗുരുകുല ശിഷ്യന്മാരെ കൊണ്ടുപോയി വായിച്ച് പഠിക്ക്. നമ്പുരാനെ, നമ്മൾ എന്താ കാണുന്ന ഉടമയുടെ അനുജനും വ്യഭിചാര കുറ്റത്തിന് അറസ്റ്റ്. വായിച്ചില്ലേ? സ്വന്തം തന്തയുടെ പേര് നമ്മുടെ ഗൾഫുകാരൻ നടത്തുന്ന സ്കൂളിന്റെ മാഹാത്മ്യം. ചാക്കോയെ, ചന്ദ്രൻകുഞ്ചിന്റെ സ്കൂളിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പടച്ചോൻ പൊറുക്കൂല കേട്ടോ. ഓ, അവന്റെ ഒരു സ്കൂള് വെറുതെ അല്ല അഡ്മിഷൻ ഫീസും സെക്യൂരിറ്റി കാശും ഒന്നും മേടിക്കാതെ അവന് ഏർപ്പാട് ചെയ്യുന്നത്. കൂട്ടിക്കൊടുപ്പല്ലേ പണി. കൈ നിറയെ കാശും കസ്റ്റഡി പെണ്ണും. പിന്നെ പെണ്ണ് കെട്ടിയില്ലെങ്കിൽ എന്താ? ഒരു വെടിക്ക് രണ്ടല്ലേ പക്ഷികള്. എന്തപ്പം നടന്ന വിദ്യാഭ്യാസ കച്ചവടം തന്നെ സംഭവിച്ചു. പക്ഷെ അവൻ നടത്തുന്നതോ വ്യഭിചാര കച്ചവടം. അല്ലോട്ട് ചേഞ്ഞോടാ. ഓ, കംപ്ലീറ്റ് ഓക്കെ. എങ്കിൽ കേരള മക്കളെ നമുക്ക് അടിച്ചു പൊളിക്കണ്ടേ? ഇപ്പോഴല്ലേ ചാക്കോ അപ്പന്റെ മോനായത്. എന്നെ മാനം കെടുത്താൻ പാവങ്ങളുടെ മാനം വിറ്റ് നീ പത്രം അറിയാണേ. നിന്റെ തറവാട്ടിലെ തന്തയ്ക്ക് പറക്കാത്ത കാരണവന്മാരെ പണ്ടില്ലാത്ത പലിശയും കൂട്ടുപലിശയും ചേർത്ത് കാട്ടിക്കൂട്ടിയ ചെറ്റത്തരത്തിന്റെ പേരില് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടത് അച്ഛന്റെ സമ്പാദ്യം മാത്രമല്ല, അച്ഛന്റെ ജീവനും കൂടിയാ. അങ്ങനെ ഗതികെട്ടപ്പോഴാ ചന്ദ്രൻ കടല് കടന്നത് കാശുണ്ടാക്കാൻ. എന്റെ അച്ഛനോട് നിന്റെ അപ്പൻ ചെയ്തതിന്റെ കണക്ക് തീർക്കാൻ അന്ന് ആ തറവാട്ടിലോട്ട് കയറി വരാൻ ചന്ദ്രന് കരുത്തുണ്ടായിരുന്നില്ല. ഇന്ന് കരുത്തുകൊണ്ട് കൈ നിറയെ കാശുണ്ട്. ഈ കാണുന്ന കയറും കള്ള പലിശയും വെച്ച് ഇനി ചന്ദ്രനോട് ഉശിര് കാണിക്കാൻ വന്നാൽ അപ്പനെ മോനെ കൂട്ടിക്കെട്ടെ കൊണ്ട് ഉഷാറാക്കും ഞാൻ. മനസ്സിലാടാ? ഇങ്ങനെയുള്ള ഒരു ധാരാളമുണ്ട് നമ്മുടെ നാട്ടില്. അധ്വാനിച്ച് കാശുണ്ടാക്കിയാൽ കണ്ണേടിയാ. അസൂയ മൂത്ത് മഞ്ഞപ്പിത്തം വന്നതാ ആ അപ്പനും മോനും. ഇത്രയും കാലം അസൂയക്ക് മരുന്നില്ലായിരുന്നു. ഇന്നലെ ഈ അളിയൻ അതിനൊരു മരുന്ന് കണ്ടെത്തി. അതെന്താണാവോ? കണ്ണടച്ചങ്ങ് പെരുമാറുക, അത്ര തന്നെ. ഇപ്പോഴത്തെ കാലത്ത് ഇതുപോലുള്ള മരുന്നുകൾ നല്ലതാ. വാ മോളെ. ഇതാണ് എന്റെ മോൾ നിർമ്മല. കാര്യങ്ങളൊക്കെ അമ്മാവൻ പറഞ്ഞു കാണുമല്ലോ. ആ, നിർമ്മല. ഏട്ടാ, ഞാൻ തന്നെ നോക്കിയാ മതിയാ? വേണ്ട, ഞാൻ നോക്കിയാ മതി. ഭാവിയിൽ ഏട്ടത്തിയമ്മയാകാൻ പോകുന്ന ഒരാളെ നീ നോക്കുന്നത് ശരിയല്ല. അപ്പൊ ഇത്
ഇതാണത്. ഏത്? ഏട്ടത്തിയമ്മ. ഷുവർ. 101%. മുഖം മനസ്സിന്റെ കണ്ണാടിയാണെന്ന് കേട്ടിട്ടുണ്ട്. ഉം. ദാ ഇപ്പൊ അത് കണ്ടു. അപ്പൊ എങ്ങനെയാണ് ഭാവി പരിപാടികൾ? ഇവർക്കിഷ്ടാണെങ്കിൽ അധികം വൈകാതെ കല്യാണം. എന്താ അവിടെ നിക്കണേ? ഉറങ്ങണില്ലേ? ഉറക്കം വരണില്ല. എന്റെ കുട്ടിക്ക് ഒരു കുടുംബം ഉണ്ടായി കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളല്ലേ? സന്തോഷം കൊണ്ടായിരിക്കും. അങ്ങനെ പറഞ്ഞ എന്താ പറയാ? ഇല്ല, തെറ്റായിട്ടൊന്നും ചെയ്തിട്ടില്ല. കണ്ടിഷ്ടാവുകയാണെങ്കിൽ പറയാന്ന് വിചാരിച്ചു. മറ്റൊന്നുമല്ല, ജാതകപ്പൊരുത്തവും പ്രായവ്യത്യാസവും മാത്രമല്ലല്ലോ. അവന്റെ സമ്പാദ്യത്തിനും സൗന്ദര്യത്തിനും യോജിച്ചൊരു പെണ്ണ് തന്നെ വേണ്ടേ? എല്ലാം കൂടെ ഒത്തു വന്നപ്പോ ഒന്ന് പോയി കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഇഷ്ടായ സ്ഥിതിക്ക് ഇനി അത് പറയാതിരുന്ന അതൊരു തെറ്റായി പോകും. തെറ്റോ? ആ കുട്ടിയെ ഒരിക്കൽ കല്യാണം കഴിപ്പിച്ചയച്ചത്. ഈശ്വര, ഇല്ല, അധികം കാലമൊന്നുമില്ല, വെറും 4 ദിവസം. ഭർത്താവ് മരിച്ചു, ആക്സിഡന്റ് ആയിരുന്നു. എന്തൊക്കെയായി പറയണേ? എങ്ങനെ തോന്നി എന്റെ കുട്ടിയോട് ഇത് ചെയ്യാൻ? പറയായിരുന്നില്ലേ? എല്ലാരും കൂടി വേഷം കെട്ടിച്ചല്ലോ എന്റെ കുട്ടിയെ. ഇല്ല, അങ്ങനെ ഞാൻ അവനെ വേഷം കെട്ടിക്കുന്നു തോന്നുന്നുണ്ടോ? ഈശ്വരനെ പ്രാർത്ഥിച്ച് രാവും പകലും ഇല്ലാതെ അന്വേഷിച്ചത്. പക്ഷെ കിട്ടണ്ടേ എന്ന് കരുതി ഒരിക്കൽ കല്യാണം കഴിപ്പിച്ച ഒരു പെണ്ണിനെ എങ്ങനെ തോന്നി? എല്ലാവരുടെയും കടവും ബാധ്യതയും തീർക്കാൻ നാട് വിട്ടു പോയതാ എന്റെ കുട്ടി. അവനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിച്ച നശിച്ചു പോയി കുടുംബം. ലക്ഷ്മി, ഞാൻ വേണ്ട, അത്രയ്ക്ക് മോശക്കാരനൊന്നുമല്ല എന്റെ കുട്ടി. ഞാൻ പറഞ്ഞോളാം അവനോട്. ഇപ്പോഴത്തെ കാലത്ത് ഒരു കല്യാണം നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ ചെലവ്? കയ്യിൽ കാശുള്ള കാര്യം നാട്ടുകാർക്കൊക്കെ അറിയുകയും ചെയ്യാം. എന്തായാലും ദേഹണ്ണത്തിന്റെ ഉത്തരവാദിത്തം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. ഇപ്പോഴേ കാര്യങ്ങളൊക്കെ ഉഷാറാവും. കാര്യം വല്യച്ഛന്റെ പൊന്നമ്പിളി ഉറങ്ങിയില്ല. ഇല്ല. എന്തിനാ വല്യച്ഛയുടെ ഒറ്റയ്ക്ക് വർത്താനം പറയുന്നേ? അതോ, വല്യച്ഛൻ ഒരുപാട് കാലം അക്കരെ പോയി ഒറ്റയ്ക്കല്ലേ താമസിച്ച്. അന്നാരുമില്ലാതെ മുറിയിൽ അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോ ചുവര് നോക്കി വർത്താനം പറയും, ഒരു മനസമാധാനത്തിന്. പിന്നെ അതങ്ങനെ ഒരു ശീലമായിപ്പോയി. മോള് കിടന്നുറങ്ങിക്കോ കേട്ടോ. ആരാ ഇത്? ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. വേറൊന്നുമല്ല, ഈ ദേഹണ്ണത്തിന്റെ കാര്യം കുഞ്ഞിക്കണ്ണേട്ടനെ ഏൽപ്പിക്കാം. അച്ഛന്റെ കാലത്തുള്ള ഒരാളല്ലേ, അത് അച്ഛനും സന്തോഷാവും. വേണ്ട, ആരെയും സന്തോഷിപ്പിക്കണ്ട എന്റെ കുട്ടി. അമ്മയോട് പോലും പറഞ്ഞില്ല അമ്മാവൻ. ഈ കല്യാണം നമുക്ക് വേണ്ട. കല്യാണം വേണ്ടാന്നോ? എന്ത് പറ്റി അമ്മേ? വേണ്ടെന്ന് തന്നെയാ. 4 ദിവസമായാലും 40 ദിവസമായാലും ഒരാള് കെട്ടിയ പെണ്ണിനെ എന്റെ കുട്ടിക്ക് വേണ്ട. അങ്ങനെ 2ാം കെട്ടിന് ആളാവാൻ അത്രയ്ക്ക് മോശക്കാരനൊന്നും അല്ല നീ. കള്ളം പറഞ്ഞ് വിളിച്ചു വരുത്തിയിട്ട് വേഷം കെട്ടിച്ചു അമ്മ അല്ലേ? എന്നും ഈ കണ്ണീര് കണ്ടിട്ടല്ലേ നീ പടിയിറങ്ങാറുള്ളൂ? അതേ കണ്ണീരോടെ പറയുക അമ്മ. പൊയ്ക്കോ, തിരിച്ചു പൊയ്ക്കോ എന്റെ കുട്ടി. യോഗം ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. ഇതാ തുടങ്ങി കരയാൻ. വേണ്ടെങ്കിൽ വേണ്ടമ്മേ, എല്ലാവർക്കും സന്തോഷമാവണത് മതി എനിക്ക്. അതല്ലെങ്കിലും ഈ കല്യാണത്തിലൊന്നും വലിയ കാര്യമല്ലമ്മേ. വാജ്പേയി കല്യാണം കഴിച്ചിട്ടാ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത്. പിന്നെ അമ്മ പറഞ്ഞ പോലെ യോഗം ഉണ്ടെങ്കിൽ ഈശ്വരൻ കൊണ്ട് തരും. എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചു, ഞാൻ പോവാ. ഞാൻ നാളെ തന്നെ തിരിച്ചു പോവാ. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചിട്ട് എന്താ ഇത്ര പെട്ടെന്ന് തിരിച്ചു പോകണമെന്ന് കുട്ടികൾ ചോദിച്ചാല് അബുദാബിന്ന് ഷെയ്ഖിന്റെ വിളി വന്നു എന്ന് ഞാൻ കള്ളം പറഞ്ഞോളാം.
ബാഗൊക്കെ വണ്ടിയിൽ വെച്ചിട്ടുണ്ട്. കുറ്റിച്ചിറ സുലൈമാന്റെ പ്രവചനം ഫലിച്ചു. എന്തായിരുന്നു ഈ വരവിൽ കേരളക്കരയിൽ സംഭവിക്കാൻ പോകുന്ന 2 മഹാത്ഭുതങ്ങൾ? നീ നിന്റെ ബാപ്പയെ കണ്ടുമുട്ടുന്നു, ഞാനൊരു പെണ്ണ് കെട്ടുന്നു. രണ്ടും നടന്നു. ഇനി പോവാം. ഇതെന്താ ആരും ഒരുങ്ങാത്തത്? 10:30 മണിക്കാ ഫ്ലൈറ്റ്. വരുമ്പോഴും പോകുമ്പോഴും അടിപൊളിയായിട്ട് എല്ലാവരും കൂടെ വേണമെന്ന് പറയണതല്ലേ ഞാൻ. ഇത്രയും കാലമായിട്ട് അത് പിന്നെയും പറയണം. വന്ന് കയറിയപ്പോ മുതലേ ഇതിലേക്കായിരുന്നല്ലോ നിന്റെ നോട്ടം. 1.5 ലക്ഷം രൂപ വില വരും. ഇനി ഇത് വിറ്റ് പാർട്ടി ഉണ്ടാക്കണ്ട. എന്താടാ കരയുന്നത്? ഈ വരവിലെങ്കിലും ഏട്ടനൊരു സഹിക്കാൻ പറ്റുന്നില്ല. ഇതാ ഉള്ള കുഴപ്പം. എല്ലാവരും ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാൻ ഞാൻ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ പോണത്. ഒന്നും സാരമില്ല. എന്റെ കുട്ടി പറഞ്ഞ പോലെ എനിക്കൊരാളെ ഈശ്വരൻ കൊണ്ടുതരും. മൈ മോനന്തി പൂമുഖത്തിരിപ്പുണ്ട്. ഞാൻ ഇറങ്ങായി. 10-22 വർഷം മുമ്പ് ഞാൻ ഈ പടിയിറങ്ങുമ്പോ നന്നായി വരട്ടെ ഈശ്വര എന്ന് പറഞ്ഞ് എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച അമ്മാവന് ഇന്നിപ്പോ എന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും. ചന്ദ്ര, മക്കളില്ലാത്ത എനിക്ക് നീയൊരു മോന. കരുതി കൂട്ടി മറച്ചു വെച്ചതല്ല. തെറ്റായി പോയെങ്കിൽ പൊറുക്കണം. എന്താ ഇത്? അമ്മാവൻ എന്റെ മുമ്പിൽ നിന്ന് കണ്ണു നിറക്കേ. അതല്ലെങ്കിൽ ആരാ ഇപ്പൊ ഇവിടെ തെറ്റിയത്? അക്ഷരം പഠിക്കണ കുട്ടികളുടെ മുന്നില് ഇല്ലാതായി പോയി എന്ന് തോന്നിയപ്പോ ആ സ്കൂളിന്റെ ഉത്തരത്തിൽ തന്നെ കെട്ടിത്തൂങ്ങി ജീവിതം അവസാനിപ്പിച്ച അച്ഛന്, അങ്ങനെ ഗതികേടിലായി പോയ ഈ കുടുംബത്തിന് കരകയറാൻ കടം വാങ്ങിയിട്ടാണെങ്കിലും കാശ് കൊണ്ടു തന്ന് കപ്പൽ കയറാൻ എന്നെ നിർബന്ധിച്ച ഈ അമ്മാവനോ? ആരാ തെറ്റിയത്? അതോ ഈശ്വരനോ? ആദ്യം പോയ കടം വീട്ടാൻ 5-8 കൊല്ലം കഷ്ടപ്പെടേണ്ടി വന്നു. തിരിച്ചു വരുമ്പോ കണക്കൂട്ടിയിരുന്നു ഒരു കല്യാണം. അപ്പതാ ഇവന് തറവാട്ടി പറഞ്ഞൊരു പെണ്ണിനോട് പ്രേമം. അതിന്റെ പേര് തല്ലും വഴക്കും ഒക്കെ ആയപ്പോ സഹിച്ചില്ല, അതങ്ങോട്ട് നടത്തി. അടുത്ത വരവിന് ഇവന്റെയും എന്റെയും കല്യാണം ഒരുമിച്ച് ഒരു പന്തലി വെച്ച്. അതെല്ലാവർക്കും ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി. പക്ഷെ അന്വേഷിച്ചു വന്നപ്പോ ഒത്തത് ഇവന്, എനിക്കൊട്ട് ഒത്തതുമില്ല. ഉടനെ ചെല്ലെന്ന് പറഞ്ഞ അബുദാബിന്ന് വിളിയും. ഓരോന്നിനും ഓരോ ഇന്നതുണ്ട്, അത്ര തന്നെ. പിന്നെ ഇപ്പോ എനിക്ക് കുട്ടികളും കുടുംബവും ഇല്ല എന്നുള്ള പേരിലാണ് ഈ സങ്കടം എന്ന് വെച്ചാൽ അത് വേണ്ട. ഈ കാണുന്നൊക്കെ എന്റെ കുട്ടികളാ, അല്ലടാ മക്കളെ? കണ്ടില്ലടാ, ഈ വല്യച്ഛൻ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇവർക്ക് ഈ തന്തമാരൊക്കെ. പിന്നിപ്പോ അമ്മയ്ക്ക് ഊണിലും ഉറക്കത്തിലും എന്റെ കുട്ടിയെന്ന് സ്വാതന്ത്ര്യത്തോടെ പറയാൻ ഒരാൾ വേണ്ട ഈ കുടുംബത്തില്. ഇവരെ ഒന്നും അങ്ങനെ വിളിക്കാൻ പറ്റില്ലല്ലോ, ഇവരൊക്കെ അച്ഛന്മാരായി പോയില്ലേ, അല്ലേ അമ്മ? സങ്കടപ്പെട്ട് എല്ലാരും കൂടെ എന്റെ കൂടെ വരണ്ട. ശിവ, നീ വണ്ടി എടുക്ക. ചന്ദ്ര, ഇപ്പോ കാര്യങ്ങളൊക്കെ ഉഷാറാവട്ടെ. വാ പൊളിച്ച് നിൽക്കാതെ വണ്ടിയിലോട്ട് കയറടാ കുറ്റിച്ചിറ സുലൈമാനെ. ശിവ, ഒന്നിനും ഒരു കുറവും വരരുത്. എന്നാലോ ആരെങ്കിലും കയറി വന്ന് കണ്ട അഹങ്കാരമായി തോന്നുകയും ചെയ്യരുത്. എന്തോന്നാ ഞാൻ പറയുന്നത്? നിന്റെ വീട് പണിയുടെ കാര്യമാണ്. പിന്നെ ഇടം മലയാള ഭാഷയില് ആ കൂടാതെ വേറെ അക്ഷരങ്ങളുണ്ട്. നീ വാ തുറന്ന് എന്തെങ്കിലും ഒന്ന് പറ. ഒന്നുമില്ലെങ്കിലും നമ്മളൊക്കെ ഒരു ചോരയല്ലടാ. ബാക്കിയുള്ളവരുടെയൊക്കെ നാവിറങ്ങിപ്പോയ സ്ഥിതിക്ക് ഇനി ഈ സുന്ദരി കുട്ടിയാ നല്ലത്. കമ്പനിക്ക് എന്തെങ്കിലും പറ, പാട് പാട്. ഇനി തുടങ്ങി ബ്ലോക്ക്.
ഈ നാട് എന്നാണാവോ നന്നാവുക. ഫ്ലൈറ്റ് പോവോ? ആ വണ്ടിയുടെ പുറകെ ആ യെല്ലോ സെന്റിന്റെ പുറകെ ഇവിടെ ചന്തേട്ടാ ഫ്ലൈറ്റ് ഒക്കെ പിന്നെ ഞാൻ പറയുന്നേക്കാം. ആ വണ്ടിയുടെ പുറകെ ഇവിടെ വിടാൻ. ഇവിടെ ഇങ്ങനെ ഉരുട്ടി കളിക്കാതെ ചവിട്ടി വിടെ. ചേട്ടാ ഇത് വലിയ വണ്ടി അടിച്ചു വിടറാ. എന്റെ ശിവ ഒന്ന് വിട് ശിവ. എന്റെ ഈശ്വര ഇതെന്തൊരു പരീക്ഷ. കണ്ട ആ സുമോക്കാരന്റെ തിരിക്കലുണ്ടോ? ശിവ ഒന്ന് വിടറാ. പോയില്ലേ? എനിക്കറിയാൻ പോകുന്നു. എല്ലാം പോയില്ലേ? ചേട്ടാ ആര് പോയി? ഒന്നും പറയണ്ട. പറഞ്ഞ അനുസരിക്കാൻ പഠിക്കണം. അപ്പൊ ഓരോ ന്യായങ്ങൾ, വലിയ വണ്ടി ചെറിയ വണ്ടി, അതുകൊണ്ട് എന്താ ഉണ്ടായത്? പോയില്ലേ? ഒന്നിനെ കൊണ്ട് ഒരു ഗുണമില്ലാന്ന് വെച്ചാ ചന്ദ്രേട്ട മാക്സിമം സ്പീഡ് മാക്സിമം മിനിമം. എനിക്കൊന്നും കേൾക്കണ്ട. നശിപ്പിച്ചു കളഞ്ഞു, അത്ര തന്നെ. സ്റ്റാച്ചു ദേ സിറ്റിയുടെ കണ്ണാനങ്ങണോ റിലീസ്. ഓ എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഏട്ടനെ ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാനും ഓ ഈ ട്രാഫിക്കിനിടയില് ഇത്തിരി പോകുന്ന ഒരു മൂട്ട കാറിന്റെ പിന്നില് നമ്മുടെ വലിയ വണ്ടി വെച്ച് പിടിച്ച എവിടെ കിട്ടാനാ? ഇല്ലാത്ത ഗിയർ മുഴുവൻ ഞാൻ മാറ്റി വെക്കും. ആഹാ. എന്നിട്ട് എന്ത് ഫലം? എന്ത് ഫലം? തെറിവിളി മാത്രമല്ല തീറ്റി പോറ്റിയതിന് ഗുണം ഉണ്ടായില്ലെന്ന് വരെ ഏട്ടൻ പറഞ്ഞു. അത് ശരി. അപ്പൊ ഈ ചേസിംഗിന്റെ ടെൻഷന്റെ ഇടയിലും ഏട്ടൻ വാസ്തവം പറഞ്ഞിട്ടുണ്ട്. ആ വാസ്തവം വസ്തുനിഷ്ഠമാകണമെങ്കിൽ ആ വാഹനത്തിൽ നീയും കൂടി വേണമായിരുന്നു. അത് തന്നെ. ശിവ, നീ ആ കാറിന്റെ അകത്ത് ആരെങ്കിലും കണ്ടോ? എവിടെ കാണാൻ? ആ കാർ തന്നെ ഞങ്ങൾ ഒരു പ്രാവശ്യം കണ്ടുള്ളൂ. എന്ത് തന്നെ ആയിരുന്നാലും ഒരു കാര്യം എനിക്ക് ഉറപ്പാ, ഈ കുടുംബകഥയിലെ ടർണിംഗ് പോയിന്റ് ആയിരുന്നു ആ കാറിനകത്ത് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതാണ് നീ നശിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമായിട്ട് നശിപ്പിച്ചു കളഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ആയിരുന്നെങ്കിൽ ആ കാർ ചവിട്ടി വിട്ടേരെ. എങ്ങോട്ട്? എയർപോർട്ടിലേക്ക്. എന്നിട്ട് അബുദാബി ചെന്ന് അവിടുത്തെ ഷെയ്ക്കുമായിട്ട് ഈ ടർണിംഗ് പോയിന്റിനെ കുറിച്ച് ഒന്ന് ഡിസ്കസ് ചെയ്തേനെ. ഇപ്പൊ കാറിന്റെ വഴിക്കും പോയി, ഫ്ലൈറ്റിന്റെ വഴിക്കും പോയി. അളിയന്റെ അളിയിലാണ് പെരുവഴിയിലുമായി. ആയല്ല? ആയില്ലേ? ആയ. മതി ചർച്ച. പിള്ളേരെല്ലാം വിശന്നിരിക്കുക. ഞാൻ പോയി അവനെ ഞങ്ങൾ തുടങ്ങാം. ഇത് എന്തൊരു നിപ്പാടാ. പിള്ളേരെല്ലാം അവിടെ വിശന്നിരിക്കുക. ഇതിപ്പോ ആകെ ചമ്മലായി പോയി. വീട്ടിൽ നിന്ന് ഇറങ്ങിയാ പിന്നെ മിനിമം 2 കൊല്ലമെങ്കിലും കഴിയണം. അതാ അതിന്റെ കണക്ക്. ഇപ്പൊ 2 മണിക്കൂറിനകം തിരിച്ചെത്തി. അതിനെന്താ? വേറെങ്ങോട്ടും അല്ലല്ലോ, സ്വന്തം വീട്ടിലേക്കല്ലേ. എന്നാലും അതൊന്നും സാരമില്ല. അമ്മ ചോദിച്ചാ സത്യം പറയോ എന്റെ കുട്ടി? ആരായിരുന്നു ആ കാറില്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ അമ്മയ്ക്ക് ഓർമ്മയുണ്ടാവോ? നമ്മുടെ അച്ഛന്റെ സ്കൂളില് മലയാളം പഠിപ്പിക്കാമെന്നൊരു ശങ്കരൻ മാഷിനെ ഓർക്കുന്നുണ്ടോ അമ്മ? ആ മാഷിനൊരു മോളുണ്ടായിരുന്നില്ലേ അമ്മേ? വെളുത്ത് മെലിഞ്ഞു കൊല്ലുന്നനെ, നല്ല നീളം മുടിയൊക്കെ ആയിട്ട്. എന്താ കുട്ടിയുടെ പേര്? ആ, ഇന്ദിര. ആ, അമ്മ എന്നെ ആദ്യമായിട്ട് എന്തിനാണ് തല്ലിയത്? അവൾക്ക് ഞാൻ പ്രേമലേഖനം കൊടുത്ത എന്റെ പേരിലല്ലേ? അവളായിരുന്നു ആ കാറില്. അതിന് അല്ല, അതിപ്പോ ഇങ്ങനെ പെണ്ണന്വേഷിച്ച് നടന്നിട്ട് അതൊട്ട് നടന്നുമില്ല. അതിന്റെ പേരിൽ എല്ലാരെയും സങ്കടപ്പെടുത്തി ഇറങ്ങുകയും ചെയ്തു. അപ്പൊ പാതി വഴിക്ക് കൺമുമ്പി വന്ന് പെട്ടപ്പോ നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു നിമിത്തമായി തോന്നി. അതുകൊണ്ടൊന്ന് പറയാ വിട്ടതാ. അന്വേഷിക്കാലോ എന്ന് കരുതി. പറയാനൊരു കാരണമുണ്ടല്ലോ, പഴയ പ്രേമലേഖനം. ഈശ്വര, അതിന്റെ പുറകെ പോവുക. ഇതെന്താ എന്റെ കുട്ടിക്ക് പറ്റിയത്? 4-5 വയസ്സിന്റെ വ്യത്യാസമല്ലേ ഉള്ളു നീയും അവളായിട്ട്. നല്ല പ്രായത്തിൽ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ എത്ര മക്കളുണ്ടാവൂടാ അവക്ക്. എല്ലാരും നിന്നെ പോലെ ആവോ? അത് ശരിയാ. ആ വെപ്രാളത്തിനിടയ്ക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ആലോചിച്ചില്ല. എല്ലാവരും നമ്മളെ പോലെ ആവില്ലല്ലോ.
അത് പോട്ടെ, ഇതിപ്പോ പണ്ടാരാണ്ടോ പറഞ്ഞ പോലെ പോക്കും മുടങ്ങി മാനോ കിട്ടി ചോറ് കൊണ്ടില്ല. അങ്ങനെ പണ്ടാരും പറഞ്ഞിട്ടില്ല. ഇല്ല ഇല്ല ഇല്ല. വാ, വന്ന് ഇങ്ങട്